കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡ് എസ്ഐ ജോലിക്കെത്തിയത് മദ്യലഹരിയിൽ. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ഇയാൾ മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു. എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ പ്രകാശാണ് ജോലി സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയത്. വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി നമുക്കറിയാം, ഡോക്ടർ വന്ദനാദാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾ പേറുന്നൊരു സ്ഥലമാണ്. കാരണം അതീവ സുരക്ഷ വേണ്ട, പ്രത്യേകിച്ചും ആശുപത്രികളിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെയൊക്കെ അതീവ സുരക്ഷ വേണ്ട സ്ഥലം കൂടിയാണ് ഈ ആശുപത്രികൾ. അവിടെയാണ് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലെത്തിയത്. ഇയാൾക്കെതിരെ ഇതിനു മുൻപും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ടോ? എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോം, കഴിഞ്ഞ ദിവസം 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ പ്രകാശാണ് ജോലി സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം. ഇത് വലിയ രീതിയിൽ ഒരു വാർത്തയായി തന്നെ മാറി. ഈ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അടക്കം ഇടപെട്ടപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മദ്യലഹരിയിൽ ഇയാൾ രോഗിയുടെ അടുത്ത് ചെല്ലുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. അതായത് ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ പേഷ്യന്റ് എത്തിയിരുന്നു. ഈ പേഷ്യന്റിൽ നിന്നും വിവരങ്ങൾ തിരക്കാനായിട്ട് എത്തിയപ്പോഴാണ് എസ് ഐ മദ്യലഹരിയിലാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആശുപത്രി അധികൃതർ കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തുകയും എസ് ഐയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അപ്പോഴാണ് മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്നതും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ടോം. ഈ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ എയ്ഡ് പോസ്റ്റിൽ ജോലിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിന്തിരിഞ്ഞോടിയ ഒരു സംഭവം മുൻപ് ഉണ്ടായിരുന്നു. ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയൊക്കെ ചെയ്തിരുന്നു. അവിടുത്തെ സുരക്ഷാ ഇല്ലായ്മ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരു വലിയ വിമർശനങ്ങൾക്ക് ഇടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്കിലെടുത്താണ് അവിടെ എയ്ഡ് പോസ്റ്റ് വരികയും പകൽ സമയം ഡ്യൂട്ടിയിൽ ഒരു പോലീസും രാത്രിയിൽ 2 പേരുടെ സേവനവും വേണം എന്ന് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രകാശ് രാവിലെ മുതൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. രാത്രിയിൽ ഒരു വനിതാ പോലീസും കൂടി ഒപ്പം ഡ്യൂട്ടിയിൽ വരേണ്ട സമയത്താണ് ഇയാൾ ഈ രീതിയിൽ മദ്യപിച്ച് ലക്കുകെട്ട രീതിയിൽ അവിടെ ഡ്യൂട്ടിയിൽ തുടർന്നത്. ശരിക്കും ഇത് വളരെ ബോധപൂർവം ചെയ്ത ഒരു സംഭവം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ നേരത്തെയും മറ്റു സ്റ്റേഷനുകൾ, അതായത് പുയപ്പള്ളി സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന സമയത്തും ഇതുപോലെ താക്കീത് നൽകി പണിഷ്മെന്റ് ഒക്കെ കിട്ടിയ ആളാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ഗ്രേഡ് എസ് ഐ ഉള്ളത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ ജോലിക്കെത്തിയത്.